കൊച്ചിയിൽ MDMA-യുമായി അറസ്റ്റിലായ യൂട്യൂബർ റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം. പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ ഇത് നൽകും. സിനിമയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസിന്റെ ലക്ഷ്യം. 4 മാസത്തിലേറെയായി റിൻസിയെ സ്ഥിരമായി ഫോണിൽ വിളിച്ച സിനിമാ പ്രവർത്തകരുമായി പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഡാനി പോൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇതിപ്പോൾ സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി തന്നെയാണ് റിൻസി എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയ കാര്യമാണ്. അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യ, അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവരുടെ ഒരു വിശേഷം തന്നെയാണ്. സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇവർക്ക് കൂടുതൽ നിരന്തരമായിട്ട് അവർക്ക് മറ്റുള്ളവരുമായിട്ട് അവർക്ക് അടുത്ത ബന്ധം അവർ പുലർത്തുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഇവർ പറയുന്നത് ഇവരൊരു സിനിമാ പ്രൊമോഷൻ കമ്പനിയുടെ ഭാഗമായിരുന്നു. ഇവർ സ്വന്തം നിലയിലും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുമായിട്ടെല്ലാം തന്നെ തനിക്ക് ഫോൺ വിളിക്കേണ്ടി വരുന്നു, അവരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തേണ്ടി വരുന്നു, സിനിമാ സെറ്റുകളിൽ പോകേണ്ടി വരുന്നു എന്നതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. സാങ്കേതികമായ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പറയുകയും ചെയ്യാം. പക്ഷേ അത് തന്നെയായിരുന്നു അവർ മറയാക്കിയത് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരമൊരു ഈ ഒരു സാഹചര്യം അവർ എടുത്തു. അവർ ഈ ഒരു അടുപ്പം ഏത് സിനിമാ സെറ്റുകളിലേക്കും ഏത് നടന്മാരെയും നടിമാരെയും എല്ലാം തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, കൂടിക്കാഴ്ചകൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്കെല്ലാം ആ ഒരു പ്രൊഫഷൻ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ അതെല്ലാം വളരെ അതിസമർത്ഥമായിട്ട് തന്നെ അവരുടെ മയക്കുമരുന്ന് വിപണനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടിരുന്ന കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖല സംബന്ധിയായ കാര്യങ്ങളിൽ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. പല ആരോപണങ്ങളും ഉയർന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരാളെ ഇവരുമായി ബന്ധപ്പെട്ട ഒരാളെ തന്നെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ പക്കൽ നിന്ന് മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ പിടികൂടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കോൾ ലിസ്റ്റ് അടക്കം പരിശോധിച്ചതിന് ശേഷം ഏതാണ്ട് 40ഓളം പേര്, അത് ബഹുഭൂരിപക്ഷവും സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ്. നടന്മാരും സംവിധായകരും ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവരുടെ വിശദാംശങ്ങൾ ചോദിച്ചറിയേണ്ടത് എന്താണ്. ഇവർ ഈ പതിവിലും കൂടുതൽ ഈ സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടല്ലാതെയും കൂടുതൽ കോളുകളും മറ്റു സമയങ്ങളിലും എല്ലാം തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യഘട്ടത്തിലൊരു ഉത്തരം തന്നെ പലരും വിളിച്ച് ചോദിക്കുമ്പോൾ അതെല്ലാം സിനിമാ പ്രൊമോഷൻ്റെ കാര്യങ്ങളായിരുന്നു എന്നതാണ് മറുപടി നൽകിയിരുന്നത്. പക്ഷേ അതിനപ്പുറം മറ്റു പലതുമുണ്ട് എന്നതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു സംശയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ കടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ ലഭിക്കുന്ന ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പേരെ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പലരെയും ടെലിഫോണിൽ വിളിച്ചാണ് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ആരാഞ്ഞിരുന്നത്. പക്ഷേ റിൻസിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കുറെ കൂടി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് നീക്കം നടക്കുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കുകയാണ്. വളരെ നിർണായകമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഇനി ഉണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ ഇവർക്ക് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു, അവർ ഈ പറയുന്ന വിശേഷണം പോലെ തന്നെയായിരുന്നു അവരുടെ പ്രവർത്തനം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ബോധ്യപ്പെടുന്നതുമാവും. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും റിൻസിയുടെ ലഹരി വലയിൽ സിനിമാ മേഖലയിൽ നിന്നടക്കം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ അറിയാൻ കഴിയും എന്നതാണ് സാഹചര്യം.